കഴിഞ്ഞ 5 വർഷത്തിനിടെ PSC നടത്തിയ പരീക്ഷകളും അഭിമുഖങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണത്തിന് സാധ്യത. വിഷയത്തിൽ സർക്കാർ നിയമോപദേശം തേടി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സാധ്യത പരിശോധിക്കുന്നത്. 2 ദിവസത്തിനകം തീരുമാനമെന്നാണ് സൂചന. മാർലിവ വർഗീസ് പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മാർലിവ, PSC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ സർക്കാർ അത്രത്തോളം ക്രമക്കേടുകൾ നടത്തി എന്ന ആരോപണങ്ങൾ, തെളിവുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയാണ്. സമഗ്രമായ പരിശോധന ഏതെല്ലാം തലത്തിൽ, ഏതെല്ലാം ലിസ്റ്റുകളിൽ, അതൊരു ഭഗീരഥ പ്രയത്നം കൂടിയാകും. ബിനിൽ പോത്തൻ ബാബു, അതുതന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ദാതാവായ യുവാക്കളുടെ ആശ്രയമായ PSCക്കെതിരെ ഗുരുതരമായ ക്രമക്കേട് ആരോപണങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, LDF സർക്കാർ ഇരുന്നപ്പോൾ ആദ്യ 5 വർഷം, അതായത് തുടർഭരണം എപ്പോൾ കിട്ടിയോ അപ്പോൾ മുതലാണ് ഇത്തരത്തിലുള്ള വലിയ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായുള്ള പരാതികളിലെല്ലാം ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷത്തെ അഭിമുഖങ്ങൾ, പരീക്ഷകൾ, ചോദ്യപേപ്പർ ഉണ്ടാക്കിയതടക്കമുള്ള ക്രമക്കേടുകളിലെല്ലാം, അത്തരത്തിൽ ഉയർന്നു വരുന്ന പരാതികളിലെല്ലാം കൂടെയുള്ളൊരു അന്വേഷണം, അതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം അത്തരത്തിൽ അധികം പരാതികളാണ് ഓരോ മന്ത്രിമാരുടെയും ഓഫീസുകളിലും മുഖ്യമന്ത്രിക്ക് നേരിട്ടുമൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു പരാതി ഇതിൽ ആവശ്യമാണ് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ്. മാത്രമല്ല, ഇപ്പോൾ PSCയുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞ അന്വേഷണം പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് PSCയുടെ ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് LDF സർക്കാർ തന്നെ നിയമിച്ച, ആ സമയത്ത് LDF നോമിനികളായി വച്ചവരാണ് ഇപ്പോൾ കമ്മീഷനിലുള്ളതും PSC ചെയർമാനായിരിക്കുന്നതുമെല്ലാം. ഇവർക്ക് ഭരണഘടന നൽകുന്ന ഒരു പദവിയുണ്ട്, അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സംവിധാനത്തിൽ ഇടപെട്ട സർക്കാർ തല നടപടികൾ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ഉന്നതതല അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനകം അത് കൃത്യമായ ഒരു തീരുമാനം നമുക്ക് പുറത്ത് പറയാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും PSCയിൽ നിന്നുള്ള ഗുരുതരമായ ഈ ആരോപണങ്ങളിൽ അതിനൊരു PSCയുടെ വിശ്വാസ്യത അത് തിരിച്ചെടുക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ സർക്കാരിൻ്റെത് കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണത്തിൽ കൂടി സർക്കാർ ഉറപ്പായും ആ ബാധ്യത സർക്കാരിന്റെ ഭാഗത്തുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ സമഗ്രമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ. ഉദ്യോഗാർത്ഥികൾക്ക് നീതി നൽകേണ്ടത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. മാർലിവ വർഗീസ് പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.